إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم ومن يرتدد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവാധിനാഥനായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് മരണം വരെ ഈമാനും തഖ്വയും നിലനിർത്തി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനും ശവ്വാലിലെ ഏറെ പ്രാധാന്യമുള്ള 6 നോമ്പിനും ശേഷം അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നാം ഒത്തുചേർന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത മുഴുവൻ അമലുകളും അവൻ കബൂൽ ചെയ്യുന്ന അമലായി പരിഗണിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ നന്മകൾ അതേതെല്ലാമുണ്ട് എന്ന് അളന്ന് പരിശോധിക്കുന്നതിലും അപ്പുറം ഞാൻ ചെയ്യുന്ന അമലുകൾ കുറവാണോ അധികമാണോ എന്ന അളവുകോൽ വെച്ച് പരിശോധിക്കുന്നതിലും അപ്പുറം ഞാൻ ചെയ്യുന്ന ചെറുതോ വലുതോ ആയ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന, അതല്ലെങ്കിൽ ഞാൻ ചെയ്ത ചെറുതോ വലുതോ ആയ നന്മകൾ അള്ളാഹു നശിപ്പിച്ചു കളയുന്നുണ്ടോ എന്ന ഗൗരവകരമായ ആലോചനയും ചിന്തയുമാണ് ഏതൊരു വിശ്വാസിയുടെ മനസ്സിലും ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന നന്മകൾ ചെറുതാണോ വലുതാണോ എന്നതല്ല, ഞാൻ ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കുന്നുണ്ടോ, ഞാൻ ചെയ്ത നന്മകൾ നഷ്ടമായി പോയിട്ടുണ്ടോ എന്ന ഗൗരവകരമായ ചിന്തയും അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള അതീവ ജാഗ്രതയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നത് ഇസ്ലാം നമ്മളോട് അതീവ ഗൗരവത്തോടുകൂടി പഠിപ്പിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ റമളാനിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ റമളാനിനെ തുടർന്നും ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്.
നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ കാലടിപ്പാടുകളും മുന്നോട്ട് വെക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ 88-ാം അധ്യായം സൂറത്ത് ഗാശിയയിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു തരുന്നത്, നന്മകൾ ചെയ്ത് ക്ഷീണിച്ച് കുറേ ആളുകൾ പരലോകത്ത് വരും. അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത് തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ നരകത്തിൽ അവരെ ഞാൻ എരിച്ചു കളയുന്നതാണ്. അമലുകൾ ചെയ്ത് ക്ഷീണിച്ചവരെ കുറിച്ചാണ് സൂറത്ത് ഗാശിയയിൽ പറയുന്നത്. വെറുതെ വന്നവരല്ല, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ആ നന്മകളൊക്കെ നിഷ്ഫലമായി പോകുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ, ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ വന്നുപോയത് കൊണ്ട് പരലോകത്ത് അവർക്ക് യാതൊരു വിഭവവുമില്ലാതെ, യാതൊരു പ്രതിഫലവുമില്ലാതെ അവരെ തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ നരകത്തിൽ എരിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്തത് ആരെക്കുറിച്ചാണ്? അതേ, നന്മകൾ ചെയ്തിട്ട് നന്മകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, അള്ളാഹു നന്മകൾ സ്വീകരിക്കാതെ പോയവർ, അവരിൽ ഞാനുണ്ടാകുമോ നിങ്ങളുണ്ടാകുമോ എന്ന അതീവ ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർമ്മങ്ങൾ നഷ്ടമായി പോകുന്ന, ധാരാളം നന്മകൾ ചെയ്തിട്ട് ആ നന്മകളുടെ പ്രതിഫലം നഷ്ടമായി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അതിലേറെ പ്രാധാന്യമുള്ളത് ഒന്നാമത്തെ കാര്യം ശിർക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വന്നാൽ പരിശുദ്ധ ഖുർആൻ പ്രവാചകനെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളെങ്ങാനും താങ്കളുടെ പ്രവർത്തനങ്ങളിൽ ശിർക്ക് കടന്നു കൊണ്ടുവന്നാൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളെല്ലാം നഷ്ടമായി പോകും. അമൽ ചെയ്തിട്ട് നഷ്ടമായി പോകുന്ന പറഞ്ഞത്, ചെയ്യാഞ്ഞിട്ട് നഷ്ടമായി പോകുന്നല്ല, ചെയ്ത അമലുകളൊക്കെ നഷ്ടമായി പോകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. സഹോദരങ്ങളെ, ശിർക്ക് വരാൻ അധിക സമയമൊന്നും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്ന പ്രവാചകന് ശേഷം ഇസ്ലാമിൽ 2-ാം സ്ഥാനക്കാരനായ സ്വഹാബിയെ മുന്നിൽ നിർത്തിയാണ് പറഞ്ഞത്, നിങ്ങളിൽ ശിർക്ക് വരും. അശ്ശിർക്കു ഫീക്കും അഖ്ഫാ മിൻ ദബീബിൻ നംല്, ഒരു ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി നിങ്ങളിൽ ശിർക്ക് വരും. നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് ഒരു ഉറുമ്പരിച്ചു വരുന്നത് പോലെ ശിർക്ക് വരും. നമ്മളിൽ വരില്ലേ? അതേ, വരും. എങ്ങനെ വരും? വിശ്വാസപരമായി, കർമ്മപരമായി, നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലമായി ഒക്കെയും ശിർക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ്, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. നമ്മളിൽ പലരും അശ്രദ്ധമായോ അതല്ലെങ്കിൽ അത് അറിയാതെയോ നമ്മൾ പറയുന്ന ചില വാചകമാണ്. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. ആരെങ്കിലും അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു. അതേ, എൻ്റെ 2 മക്കൾ തന്നെയാണ് സത്യം, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം, എൻ്റെ ഉമ്മ തന്നെയാണ് സത്യം, അതേ പ്രവാചകൻ തന്നെയാണ് സത്യം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ ശിർക്ക് മൂലം ലഹബിത അമലുഹും, അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, നഷ്ടമായി പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അളവ് ശിർക്ക് കടന്നു വരാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണം. രണ്ടാമത്തത് അരിദ്ദതു, അതല്ലെങ്കിൽ കുഫ്ർ, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം. അതും വലിയ എന്തോ ഒരു കാര്യം ചെയ്തിട്ടാവണമെന്നില്ല മതത്തിൽ നിന്ന് പുറത്തു പോകാൻ. കേവലം ഒരു വാക്കുകൊണ്ട് ഈ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും, അതല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൊണ്ട് ഈ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മഹാന്മാരായ സ്വഹാബിമാരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നോക്കി ചില ആളുകൾ പരിഹാസ ചുവയിൽ സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് എടുത്തു പറഞ്ഞു തരുന്നുണ്ട്. അവരോട് റസൂലുള്ളാഹി
റസൂലുള്ള ചോദിച്ചു, അതെ നിങ്ങളാണോ ഇവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നമ്മളെപ്പോലെയുള്ള ആളുകൾ ചില ആളുകളെ പരിഹാസത്തിലും തമാശയിലും നമ്മൾ അവരോടുള്ള അടുപ്പത്തിലും പറയുന്ന ചില വാചകങ്ങളാണ് അവർ പറഞ്ഞത്. അതെ, അവർ ചെയ്യുന്ന നന്മകളെ എന്തോ ഇകഴ്ത്തി സംസാരിച്ചതാണ്. ആ സമയത്ത് റസൂലുള്ള ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റസൂലേ ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ് റസൂലേ, ഞങ്ങൾ അവരോട് അത്രയും ബന്ധത്തിലുള്ളവരാണ്, ആ ബന്ധം വെച്ചിട്ട് പറഞ്ഞതാണ് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഒരു ന്യായീകരണവും പറയണ്ട. ലാ തഅ്തദിറു, ഒരു ന്യായവും നിങ്ങൾ പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഖദ് കഫർതും, നിങ്ങൾ കാഫിറായി പോയിട്ടുണ്ട്, മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അറിയിച്ചു കൊടുക്കാൻ. ആരെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുവർത്തിച്ച് പാലിച്ച് ജീവിക്കുമ്പോൾ അവനെ പരിഹസിക്കുന്ന ആളുകൾ നമുക്കിടയിൽ എമ്പാടുമുണ്ട്. ഇന്ന് ഏറെ നമ്മൾ കാണുന്ന കാര്യമാണ്. മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളെ, മാന്യമായി 5 നേരം നമസ്കരിക്കുന്ന ഒരാളെ, ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ഒരാളെ എന്തു പേരെടുത്തും പരിഹസിക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹം മാറി. ഇവനിപ്പോൾ വലിയ ദീനിയാണ്. അതേ, കുടുംബത്തിൽ കുറെ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതേ 10-15 കൊല്ലായി ഇയാൾ ഇവിടെ പോണേ, ഇയാൾ ഈ ദീൻ കേൾക്കണേ, അവരൊന്നും പറയാത്ത പുതിയ കാര്യവുമായിട്ടാണോ നീ ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അമലുകളൊക്കെ നഷ്ടമായി പോകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നമ്മളോട് പറഞ്ഞു, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, ആരെങ്കിലും അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തുപോയി, ഫയമുത്, അവൻ മരണപ്പെട്ടാൽ, വഹുവ കാഫിറുൻ, അവൻ കാഫിറായിട്ടാണ് മരണപ്പെടുന്നത്, വഉലൈക ഹബിതത് അഅമാലുഹും, അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്ന് മാത്രമല്ല, വഉലൈക അസ്ഹാബുന്നാർ, അവൻ നരകാവകാശിയാണ്, ഹും ഫീഹാ ഖാലിദൂൻ, അവൻ അതിൽ ശാശ്വതവാസിയാണ്. സഹോദരങ്ങളെ, ദീനിൻ്റെ നിയമങ്ങളെ പുച്ഛിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു മതത്തിൻ്റെ അടിസ്ഥാനവുമില്ല. തെറ്റിനെ ന്യായീകരിക്കാൻ മതത്തിൻ്റെ കൂട്ടുപിടിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മതത്തിൻ്റെ ആളുകളാണ് അധികവും തെറ്റ് ചെയ്യുന്നത് എന്ന് വ്യാഖ്യാനങ്ങൾ നൽകുന്ന നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകൾ മുസ്ലിം നാമധാരികളാണ്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ദീനിനെ കുറിച്ച് പഠിക്കണം. നിങ്ങളുടെ അമൽ തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അതീവ ശ്രദ്ധയും ജാഗ്രതയും നിങ്ങളും കാണിക്കണം, നമ്മളും കാണിക്കണമെന്ന ഉപദേശമാണ് അത്തരം ആളുകളോട് പറയാനുള്ളത്. അതേ, കഴിഞ്ഞ റമദാനിൽ നമ്മൾ കേട്ടതാണ്, ചില വിഭാഗങ്ങളിൽപ്പെട്ട ചില മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഈ തിന്മകളിൽ മുൻതൂക്കമുള്ളത് എന്ന് ഈ മതത്തിൽ നിന്ന് തന്നെ പറയുന്ന ആളുകളെ നമ്മൾ കേട്ടതാണ്. അത്തരം ആളുകളുടെ അമലുകൾ നഷ്ടമായി പോകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളോട് ദീനിൽ നിർബന്ധമായും അടിയുറച്ചു നിൽക്കാൻ, ദീനിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ദിവസവും 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നേരായ നിന്റെ ഈ മതത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞു. എന്തിനാണത്? അതേ, ദിവസവും രാവിലെ മുഅ്മിനായവൻ, പ്രവാചകന്റെ വാചകം, യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ, രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമായപ്പോഴേക്ക് അവൻ കാഫിറായിട്ടുണ്ട്. യുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനായവൻ നേരം വെളുത്തപ്പോഴേക്ക് കാഫിറായിട്ടുണ്ട്. അത്രയും എളുപ്പത്തിൽ മതത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ വരും. അതിനെ നമ്മൾ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് കുഫ്ർ നമ്മളിൽ വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. മതപരമായ കാര്യങ്ങളെ പരിഹസിക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അതൊരു ഭാരമായി തോന്നുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. 5 നേര നമസ്കാരം ഭാരമായി കാണുന്നവർ, സക്കാത്ത് കൊടുക്കുന്നതിനെ ഭാരമായി കാണുന്നവർ, അതുപോലെ തന്നെ മറ്റു നന്മകൾ ചെയ്യുന്നതിനെ എന്തോ വലിയ ഭാരമായി കാണുന്ന ആളുകൾ, ഇവരൊക്കെയും ആ രിദ്ദത്തിൻ്റെ പരിധിയിൽ പെടും
എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് നമുക്ക് കാണാൻ കഴിയും. ദീനിന്റെ നിയമങ്ങളെ ഭാരമായല്ല, അതെനിക്കുള്ള പരിരക്ഷയായി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം റിയാ ആണ്, ലോകമാന്യതയാണ്. അതാരിലും വരാം. എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര വലിയ ദീനീ ചിട്ടയിൽ ജീവിക്കുന്നവനാണെങ്കിലും അവരിലൊക്കെ വരാവുന്ന കാര്യമാണ് റിയാ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് നടക്കുന്ന ആദ്യത്തെ വിചാരണയെ കുറിച്ച് പറഞ്ഞു തന്നത് മൂന്നാളുകളുടെ വിചാരണയാണ്. നമുക്കറിയാം, ഒന്നാമത്തത് ഒരു പണ്ഡിതനാണ്, രണ്ടാമത്തത് ഷഹീദായ വ്യക്തിയാണ്, മൂന്നാമത്തത് അള്ളാഹു സമ്പത്ത് തന്ന വ്യക്തിയാണ്. ഈ മൂന്നാളുകളോടും അള്ളാഹു ചോദിക്കുമെന്നാണ്, ഞാൻ തന്ന ഈ 3 വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്താണ് നിങ്ങൾ തിരിച്ചെനിക്ക് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പടച്ചോനെ, ഞാൻ കുറെ ദീന് പഠിച്ചു, ആ ദീന് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. നിന്റെ ഖുർആൻ രാവിലെയും വൈകുന്നേരവും നമസ്കാരത്തിലും അല്ലാതെയും ഞാൻ പാരായണം ചെയ്തു. രണ്ടാമത്തെ മനുഷ്യൻ, പടച്ചോനെ, നീ എനിക്ക് തന്ന ആരോഗ്യം കൊണ്ട് നിന്റെ മാർഗത്തിൽ യോദ്ധാവായി ഷഹീദായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. മൂന്നാമത്തെ മനുഷ്യൻ പറയും, എൻ്റെ സമ്പത്ത് ഞാൻ ചോദിച്ചു വരുന്നവർക്ക് കൊടുത്തിരുന്നു, അതുപോലെ തന്നെ ഇളവുകൾ ചോദിക്കുന്നവർക്ക് പരിധിയും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഞാൻ കൊടുത്തിരുന്നു എന്നൊക്കെ മൂന്നാളുകളും ന്യായം പറയുമ്പോൾ അള്ളാഹു പറയും, കദബ്ത, നിങ്ങൾ പറഞ്ഞതൊക്കെയും കളവാണ്, നിങ്ങളൊക്കെയും ചെയ്തതേ ജനങ്ങൾക്കിടയിൽ നേട്ടമുണ്ടാക്കാനാണ്. ആളുകൾ നീ വലിയൊരു പണ്ഡിതനാണ്, വിവരമുള്ളവനാണെന്ന് പറയാനാണ് നീ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുത്തത്, ഖുർആൻ പാരായണം ചെയ്തത്. നീ വലിയ ശക്തനാണെന്ന് ആളുകൾ പറയാനാണ് നീ യുദ്ധം ചെയ്തത്. നീ വലിയ സമ്പന്നനും ധർമ്മിഷ്ഠനുമാണെന്നറിയാനാണ് നീ സമ്പത്ത് ചെലവഴിച്ചത്. അതുകൊണ്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് മലക്കുകളോട് പറയും. ഇതെന്തിനു പറഞ്ഞു തന്നതാണ്? റിയാ വരാതിരിക്കാൻ. എന്താണ് റിയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്, അഖ്വഫായി ഏറ്റവും അധികം, അതിനേക്കാൾ വലുതില്ല, ഏറ്റവും അധികം ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗർ, ഷിർക്കുൽ അസ്ഗറാണ്. ആ സമയത്ത് സഹാബിമാർ ചോദിച്ചു, വമാ ഷിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, എന്താണ് ഷിർക്കുൽ അസ്ഗർ യാ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അരിയാഉ, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യലാണ്, ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മറ്റൊരു ഹദീസിൽ കാണാം, പ്രവാചകന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്തെ പ്രവാചകന്റെ സ്വഹാബിമാർ കൂടിയിരുന്ന് മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് മസീഹുദ്ദജ്ജാൽ? ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരുടെ സമുദായത്തിനെ താക്കീതു നൽകിയ ഏറ്റവും വലിയ ഫിത്നയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച മസീഹുദ്ദജ്ജാലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്തെ പ്രവാചകൻ ഖറജ അലൈന, ഞങ്ങളിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിൻ മസീഹുദ്ദജ്ജാൽ. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മസീഹുദ്ദജ്ജാലിനേക്കാൾ വലിയ ഫിത്ന, കുഴപ്പത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പ്രവാചകൻ ഞങ്ങളോട് ചോദിച്ചു. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങളോട് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറയാണ്, അശ്ശിർകുൽ അസ്ഗർ, അതേ ചെറിയ ശിർക്കാണ്, അഥവാ റിയാ ആണ്. ആ സമയത്തെ മനസ്സിലാവാത്ത സ്വഹാബിമാർ ഒന്നുകൂടി ചോദിച്ചു, പ്രവാചകരെ, അത് ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണം, എങ്ങനെയാണെന്ന് അത് ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹ് ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന വിധം പറഞ്ഞു കൊടുത്തു, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ, നമ്മളൊക്കെ നിസ്കരിക്കണവരാണ്, അതെ, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ, ആ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ അവന്റെ നമസ്കാരത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് സുദീർഘമായി നിസ്കരിക്കുന്നു. റുക്കുവൊക്കെ ഏറ്റവും ഭംഗിയിലും മനോഹരമായും അവൻ നിർവഹിക്കുന്നു. കാലുകളൊക്കെ സുജൂദിൽ ചേർത്ത് വെക്കുന്നു. കൈകൾ, അവൻ്റെ അനക്കങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെയും ഏറെ സൂക്ഷ്മതയോടെയും ഭക്തിയോടെയും അവൻ നിർവഹിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, അവൻ അതൊക്കെയും ചെയ്തത് ലിമാ നറാ മിൻ നളരി റജുലിൻ, അവൻ ആരോ നോക്കണുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ്, ആരോ നോക്കണുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് അവൻ്റെ നമസ്കാരം അവൻ നന്നാക്കിയത്. അവൻ്റെ നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും കർമ്മങ്ങളിലുള്ള സൂക്ഷ്മതയും അവൻ വരുത്തിയത് ആരോ നോക്കണുണ്ട് എന്ന് കരുതിയപ്പോഴാണ്.
ഇതാണ് റിയാ എന്ന് പറഞ്ഞാൽ. ആളുകൾ കാണുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നമസ്കരിക്കുന്നവർക്ക് നാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ആരാണ് നമസ്കരിക്കുന്നവർ? ആളുകൾ കാണാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കുക. ഇനി ഒന്നുകൂടി മഹാനായ അലി റളിയല്ലാഹു അൻഹു ആരിലാണ് റിയാ വരിക, ആരാണ് നമ്മളിൽ റിയാ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 ലക്ഷണങ്ങൾ, 3 അടയാളങ്ങൾ അതെന്നിലോ നിങ്ങളിലോ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ പരിശോധിക്കുക. ലിൽ മുറാഇ സലാസത്തു അലാമാത്തിൻ, ആളുകൾ കാണാൻ വേണ്ടി കർമ്മങ്ങൾ നിർവഹിക്കുന്നവരുടെ അടയാളങ്ങൾ 3 എണ്ണമുണ്ട്. ഒന്നാമത്തേത് അൽ കസ്ലു ഇദാ കാനൽ വഹ്ദ, അവൻ ഒറ്റക്കായാൽ അവൻ അലസനായിരിക്കും. തനിച്ച് നിസ്കരിക്കുമ്പോൾ 4 റക്അത്തുള്ള നിസ്കാരം 3 റക്അത്ത് നമസ്കരിച്ചിട്ട് പോകും. അതല്ലെങ്കിൽ പ്രാർത്ഥനകൾ ആരുമില്ലാത്ത സമയത്താണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമും അതുപോലെ തന്നെ റുക്കൂം ഒക്കെ ഒരേ സമയം ചെയ്തിട്ട് വേഗത്തിൽ നിർവഹിച്ചു പോകും. ഒറ്റക്കാണെങ്കിൽ അവൻ മടിയനായിരിക്കും. എന്നാൽ രണ്ടാമത്തെ അടയാളം വയൻഷുത്തു ഇദാ കാന ഫിന്നാസി, ജനങ്ങൾക്കിടയിലാകുമ്പോൾ, ആൾക്കാർക്കിടയിലാകുമ്പോൾ നല്ല ആവേശവും ഉന്മേഷമായിരിക്കും. 2 ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനും ഇത് ചെയ്യാനും അത് ചെയ്യിപ്പിക്കാനും ഇത് പറയാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ആൾക്കാരുണ്ടാകും. എന്നാൽ ഒറ്റക്കാകുമ്പോൾ, സൗകര്യം ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യില്ല. എന്നാൽ 2 ആൾ കൂടുന്നിടത്താണെങ്കിൽ അത് അങ്ങോട്ടാക്കി, ഇത് ഇവിടെ ചെയ്യ്, അത് അവിടെ കൊടുക്കേ, ഇതിങ്ങനെ ആക്കണം, അതങ്ങനെ ആക്കണം എന്നൊക്കെ പറയാനും ചെയ്യാനും ആൾക്ക് ആവേശമായിരിക്കും. എന്നാൽ തനിച്ചാകുമ്പോൾ ആ ഒരു ആവേശം ഉണ്ടാകൂല. മൂന്നാമത്തത് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വയസീദു ഫിൽ അമലി ഇദാ ഉസ്നിയ, ആൾക്കാർ ഇങ്ങനെ നല്ലത് പറയുമ്പോൾ അവനില്ലെങ്കിൽ അത് നടക്കൂല കേട്ടോ, അവനില്ലെങ്കിൽ ആ കാര്യം ശരിയാവില്ല കേട്ടോ, അവനുണ്ടായതുകൊണ്ടാണ് അത് ശരിയായത് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ ആളുകൾക്കിടയിൽ ഇങ്ങനെ ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ അവന് താല്പര്യം ഉണ്ടാകും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ് വയൻഖുസു ഇദാ ദുമ്മ, ആരെങ്കിലും എന്തെങ്കിലും അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്തോണ്ടല്ല അങ്ങനെ സംഭവിച്ചത്, എന്നാ ഇജാങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞാണ്ട് പോകും. ആൾക്കാരിൽ നിന്ന് ആക്ഷേപം കേൾക്കുമ്പോൾ, എന്തെങ്കിലും പോരായ്മകൾ അത് പരിഹരിക്കണമെന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോകുന്ന സ്വഭാവം ആരിലുണ്ടോ അവൻ റിയാ ഉള്ളവനാണ്. പരലോകത്ത് ചെന്നാൽ അല്ലാഹു പറയും ഇദ്ഹബൂ കുന്തും തുറാഊന ഫിദ്ദുനിയാ, പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിന് ചെല്ലുമ്പോൾ അല്ലാഹു പറയും ഇദ്ഹബൂ കുന്തും തുറാഊന ഫിദ്ദുനിയാ, ദുനിയാവിൽ ആരറിയാനും ആര് കേൾക്കാനുമാണോ നിങ്ങൾ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചത് അവരുടെ അടുക്കലേക്ക് ചെല്ലൂ. ഹൽ തജിദൂനഹു ഇൻദഹു ജസാ, അവരുടെ അടുക്കൽ നിങ്ങൾക്കുള്ള പ്രതിഫലം ഉണ്ടോ എന്ന് ചെന്ന് നോക്ക്. അല്ലാഹു നമ്മളെ പരിഹസിക്കും. അതുകൊണ്ട് റിയാ വരാതെ, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ റിയാ വരാതെ നമ്മൾ സൂക്ഷിക്കണം. നാലാമത്തെ കാര്യം എടുത്തു പറയലാണ്. ചെയ്ത എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എടുത്തു പറഞ്ഞാൽ പിന്നെ പരലോകത്തിന് അതിന് കാത്തുക്കണ്ട, ഓട്ടപാത്രത്തിൽ വെള്ളം നിറച്ചതുപോലെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളായിട്ടുള്ളവരെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, ലാ തുബ്തിലു സദഖാതികും. പണ്ഡിതന്മാർ ആ സദഖ എന്ന പദത്തിന്റെ പകരമായിട്ട് വെച്ചത് എല്ലാ അമലുകളും. ലാ തുബ്തിലു, നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, ഒരു അമലും നഷ്ടപ്പെടുത്തി കളയരുത്. ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞിട്ടും നമ്മൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരം കിട്ടാതിരിക്കുമ്പോൾ ദേഷ്യം അവനോട് പിടിച്ചിട്ടും അവനെ കുറ്റം പറഞ്ഞിട്ടും നമ്മൾ നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ആ ചെയ്തത് പോയി എന്നർത്ഥം. സഹോദരങ്ങളെ സൂക്ഷിക്കുക. പലരിലും ആ സ്വഭാവമുണ്ട്. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് അത് ചെയ്യാൻ, നന്മ, നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും തഹജ്ജുദാണെങ്കിലും മറ്റേതെങ്കിലും നല്ല നല്ല കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അത് നമ്മൾ എടുത്തു പറഞ്ഞാൽ, ആൾക്കാർ പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യേണ്ട നന്മകളെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞോട്ടെ, അത് നമുക്ക് നേട്ടേ ഉണ്ടാക്കുള്ളൂ. നമ്മൾ തന്നെ ആ കാര്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ് നമ്മൾ നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തി കളയരുത്. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ അസാബഹു വാബിലുൻ ഫതറകഹു സ്വൽദാ.
ഒരു മിനിസമുള്ള പ്രതലത്തിൽ അല്പം മണൽത്തരിയുണ്ട്. ആ മണൽത്തരിയുള്ള ഭാഗത്തേക്ക് ശക്തമായ കാറ്റും മഴയും വന്നാൽ ആ മണ്ണ് എത്ര വേഗത്തിൽ ഒലിച്ചു പോകുമോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ അമലുകൾ ഒലിച്ചു പോകും. അത്രയും ഗൗരവത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. എടുത്തു പറയാൻ പാടില്ല. നമ്മൾ ചെയ്ത് എത്ര ചെറുതായാലും വലുതായാലും എടുത്തു പറഞ്ഞാൽ പിന്നെ ആ അമലിനെ നമ്മൾ നോക്കണ്ട, പോയി. അത്രയും ഗൗരവത്തിലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എടുത്തു പറയാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാതിരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, മൻ തറക സ്വലാത്തൽ അശ്രി ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും അസ്ർ നമസ്കാരം ഒഴിവാക്കിയാൽ, ആരുടെയെങ്കിലും അസ്ർ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമലുകൾ നഷ്ടമായി പോയി. സഹോദരങ്ങളെ സൂക്ഷിക്കുക. ളുഹറിനും മഗ്രിബിനും ഒക്കെ പള്ളിയിൽ ആൾക്കാരുണ്ടാകും. അസറിന് ചില ആൾക്കാർ നേരം വൈകി വരും, ചില ആൾക്കാരുണ്ടാകൂല. കാരണം എന്താ? ഭക്ഷണം കഴിച്ചിട്ട് അല്പം ക്ഷീണം മാറ്റാൻ വേണ്ടി കിടന്നപ്പോൾ ഉറക്കാണ്ട് ദീർഘമായിപ്പോയി. അപ്പോൾ അസറിനെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ നമസ്കാരത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അസർ നമസ്കാരം. പ്രവാചകൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞു, ആർക്കെങ്കിലും അസർ നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹബിത അമലുഹു, അവൻ്റെ അന്നത്തെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ നരകാവകാശികളോട് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് മാ സലക്കക്കും ഫീ സഖർ, ഈ നരകത്തിൽ വരാനുള്ള കാരണം? അവർ പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠത ഉള്ളവരായിരുന്നില്ല, ഞങ്ങളെ സൗകര്യത്തിനും ഞങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോഴൊക്കെ ചെയ്തിരുന്നുള്ളൂ. ഇതാണ് അവരുടെ മറുപടി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം അത് 5 നേരമുള്ള നമസ്കാരം 5 നേരവും കൃത്യമായി നമസ്കരിക്കാനും അതിൽ ശ്രദ്ധ കാണിക്കാനും നമുക്ക് സാധിക്കണം. അമലുകൾ നഷ്ടമായി പോകുന്ന പ്രവർത്തനങ്ങളെ സൂക്ഷിച്ച് ജാഗ്രതയോടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അമലുകൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നാളെ പരലോകത്ത് ഉഹുദ് മലയോളം തിഹാമ പർവ്വതത്തോളം നന്മകൾ ചെയ്ത് ചില ആളുകൾ വരും. പ്രവാചകൻ പറയാണ്, മലയോളം നന്മകൾ ചെയ്ത ചില ആളുകൾ പരലോകത്ത് വരും. അവരുടെ നന്മകളെ ഫയജ്അലുഹുല്ലാഹു ഹബാഅൻ മൻസൂറ, കാറ്റത്ത് പാറുന്ന പൊടികൾ പോലെ അള്ളാഹു പാറിപ്പിച്ച് കളയുന്നതാണ്. കാറ്റത്ത് പൊടി പാറുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ അവരുടെ നന്മകൾ, പർവ്വതം കണക്കെയുള്ള അമലുകൾ അള്ളാഹു പറപ്പിച്ച് കളയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ ചോദിച്ചു, സിഫ്ഹും ലനാ യാ റസൂലല്ലാ, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അല്ലാ നകൂനു മിൻഹും വനഹ്നു ലാ നഅലം, അറിയാതെ പോലും അവരിൽ പെട്ടുപോകാതിരിക്കാൻ ഞങ്ങൾക്ക് അവരെക്കുറിച്ച് പറഞ്ഞു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വനഹ്നു ഖൗമുൻ, അവരെ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. വനഹ്നു ഖൗമുൻ, നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, ഇദാ ഖലൗ, അവർ തനിച്ചായാൽ, ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അള്ളാഹു ഹറാമാക്കിയതിലേക്ക് കടന്നു ചെല്ലുന്നവരാണ്. അവരൊറ്റക്കായാൽ, ആൾക്കാർക്കിടയിലാകുമ്പോൾ അങ്ങോട്ട് നോക്കൂല, ഇവിടുക്ക് നോക്കൂല, അവിടെ നോക്കിയാൽ നോക്കുന്നവനെ നിയമം പറഞ്ഞ് പഠിപ്പിക്കും, അതല്ലെങ്കിൽ ചെയ്യുന്നവനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഉപദേശിക്കും. എന്നാൽ ഈ പറയുന്നവൻ തനിച്ചായാൽ ഇതൊക്കെ ചെയ്യുന്നവരുമാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. പരലോകത്ത് ചെന്നാൽ നഷ്ടക്കാരിൽ പെടാതെ നമ്മൾ ഇരിക്കുകയുള്ളൂ എന്ന ഗൗരവം നമുക്കുണ്ടാകണം. ആൾക്കാരുടെ ദീനിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധയാണ് നമുക്ക്, എന്നാൽ സ്വന്തം കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല.
എല്ലാ ഹറാമുകളിലേക്കും കയറി ചെല്ലാൻ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ടേ സാധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകളോടൊക്കെയും ആളുകൾക്കിടയിലും മാന്യത ചമയുന്നവർ ഒറ്റക്കായാലുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് കരയണം. സഹോദരങ്ങളെ, എന്തുമാത്രം ഹറാമുകൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഹറാമുകൾ തനിച്ചായി ചെയ്യുമ്പോൾ നമ്മുടെ അമലുകൾ നഷ്ടമായി പോകുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശ്യതക മിൻ ഫിൽ ഗൈബി വശ്ശഹാദ. അല്ലാഹുവേ, നിന്നെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടുന്ന ഒരു മനസ്സേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതിനാണ്. മനുഷ്യന്മാരാണ്, തനിച്ചാകുമ്പോൾ പല ചിന്തകളും പല പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് സംഭവിക്കും. അവിടെ ഈമാനിൻ്റെയും തഖ്വയുടെയും കരുത്തുകൊണ്ടായിരിക്കണം നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ഹറാമിലേക്ക് കടന്നു ചെന്നാൽ നമ്മുടെ അമലുകൾ നഷ്ടമായി പോകും. 7ാമത്തെ കാര്യമായി പ്രവാചകൻ പഠിപ്പിച്ചു, ജ്യോത്സ്യന്മാരെ സമീപിക്കുക. ഭാവി പറയുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുകളുടെ പക്കലേക്ക് പോവുക. നമുക്ക് ചില സമയത്ത് നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും ഒക്കെയും സാമൂഹികപരമായും ഒക്കെയും നമുക്ക് പ്രശ്നം ഉണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂട്ടിയിട്ട് നമ്മൾ തീരുമാനിക്കും, ഇന്നതുകൊണ്ടാണ് പ്രശ്നം, ഇതെവിടുന്ന് പരിഹാരം കിട്ടും, ഇന്ന ഉസ്താദിൻ്റെ അടുത്ത് പോയാൽ, ഇന്ന ബീവിയുടെ അടുക്കലേക്ക് പോയാൽ, ഇന്ന ജാറത്തിൻ്റെ അടുക്കലേക്ക് പോയാൽ, അവിടുന്ന് ഇത് കൊണ്ടെന്ന് വെച്ചാൽ ഒക്കെയും പരിഹാരം ഉണ്ടാകും. അതിൽ ഈമാൻ ഉറക്കാത്ത ആളുകൾ പോലും പെട്ടുപോകും. ഞാൻ വലിയ മുജാഹിദാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഈമാൻ ഉറക്കാത്തവരാണെങ്കിൽ മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടാകും. എനിക്ക് മാത്രമെന്താണ് ഇത്രയേറെ പ്രയാസം, അതുകൊണ്ട് ഇതിന് പരിഹാരം എവിടെ കിട്ടും? അവിടേക്ക് ചെല്ലും. അവിടെ ചെന്നാൽ റസൂലുള്ള പറഞ്ഞു, ആരെങ്കിലും അത്തരം ആളുകളുടെ അടുക്കലേക്ക് ചെന്നാൽ ലാ തുഖ്ബൽ സ്വലാത്ത, അവൻ്റെ ലാ തുഖ്ബൽ സ്വലാത്ത 40 യൗമ, അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. വെറുതെ ഒന്ന് ചെന്നാൽ മതി, അവിടെ ചോദിച്ചിട്ടുമില്ല, അവിടെ പറഞ്ഞിട്ടുമില്ല. വെറുതെ ഒന്ന് അയാളുടെ അടുക്കലേക്ക് ചെന്നാൽ അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം ബാത്തിലായി പോയി. ഇനി അവിടെ ചെന്ന് കാര്യം പറഞ്ഞ് എന്തെങ്കിലും അവരോട് മറുപടി പ്രതീക്ഷിച്ച ആ മറുപടിയുമായിട്ട് വന്നാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവൻ അവിശ്വസിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പരീക്ഷണങ്ങളുണ്ടാകും, നമുക്ക് സന്തോഷങ്ങളുണ്ടാകും. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഖലാ ആണ്. ഈ ഖലായെ മാറ്റം വരുത്താൻ പടച്ചോനല്ലാതെ യാതൊരു സൃഷ്ടിക്കും കഴിവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. ഒറ്റക്കാര്യം കൂടി, ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ മുറിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ അമലുകൾ ആകാശത്തിനപ്പുറത്തേക്ക് ഉയരുകയില്ല എന്നാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആൾക്കാരാണ് വാപ്പാനായിട്ട് തെറ്റിയിട്ടുള്ളത്, സഹോദരങ്ങളായിട്ട് തെറ്റിയിട്ടുള്ളത്, സ്വന്തം പെങ്ങളായിട്ടും അതുപോലെ തന്നെ കുടുംബങ്ങളായിട്ടും ഭാര്യയായിട്ട് പിണങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരം ആളുകൾ ആലോചിക്കുക, ഒന്നാമത്തെ സൊഫിൽ വന്നിരുന്നാലും ഏറ്റവും അവസാനത്തെ സൊഫിൽ വന്നിരുന്നാലും എന്നും പള്ളിയിലുണ്ടായാലും ആകാശത്തിനപ്പുറത്തേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയരുകയില്ല എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ അടുത്തേക്ക് എത്തൂല, ഭൂമിയിൽ ഇങ്ങനെ നിൽക്കും. ഈ അന്തരീക്ഷത്തിൽ അള്ളാഹിൻ്റെ അടുത്ത് എത്തിയാലല്ലേ ഇത് സ്വീകരിക്കല്ലേ എന്നറിയാൻ പറ്റുക. അള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മുടെ അമലുകൾ എത്തുകയില്ല നമ്മുടെ കുടുംബ ബന്ധം നന്നാക്കിയിട്ടില്ലെങ്കിൽ. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അറിയാനും അറിഞ്ഞു മനസ്സിലാക്കി ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് നമ്മളിൽ വന്ന ചെറുതും വലുതുമായ അരുതായ്മകൾ, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങളെല്ലാം അർഹമുർ-റാഹിമായ ഗഫൂറായ റബ്ബ് നമുക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ. ദീനിനെ കുറിച്ച് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്.
നമ്മുടെ ഖതീബ്, നമ്മുടെ ഉസ്താദ് ബഹുമാന്യനായ കുഞ്ഞാലി മദനിയും രോഗത്തിൻ്റെ പ്രയാസം കാരണം ക്ഷീണിതനാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ കാലം ദീനീ രംഗത്തെ പ്രവർത്തിക്കാൻ നമ്മുടെ ഉസ്താദിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്കെല്ലാം ഐശ്വര്യവും ധന്യതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.